നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. റിയാസ് മൗലവി എന്ന ഒരാളിൻ്റെ വധക്കേസിൽ 3 പ്രതികളായിരുന്നു. 3 പ്രതികളെയും ജില്ലാ മജിസ്ട്രേറ്റ് വിട്ടയച്ചു, സെഷൻസ് കോടതി വിട്ടയച്ചു. അങ്ങനെ പറയുന്നതാണ് കുറച്ചുകൂടെ ലീഗൽ. ജില്ലാ മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ കളക്ടർ എന്നും അർത്ഥമുണ്ട്. അതിനാൽ സെഷൻസ് ജഡ്ജ് എന്ന് നമുക്ക് ഉപയോഗിക്കാം. സെഷൻസ് ജഡ്ജ് 3 പ്രതികളെ വെറുതെ വിട്ടു. കൊലപാതക കേസിൽ പ്രതികളെ വെറുതെ വിടാറുണ്ട്, തെളിവില്ല എന്ന് പറഞ്ഞിട്ടാണ് കൂടുതലും, അല്ലെങ്കിൽ സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുത്ത് ഒക്കെയാണ് വിടുന്നത്. അതുപോലെ ഈ കേസും വിട്ടു. ശരി, എന്തെങ്കിലും ആകട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പോഴാണ് വലിയ ബഹളം. റിയാസ് മൗലവി കേസിൽ RSSകാരായ പ്രതികളെ വെറുതെ വിട്ടു. അപ്പോൾ മുസ്ലിം പത്രങ്ങളായ മാധ്യമം, ചന്ദ്രിക, സിറാജ്, സുപ്രഭാതം ഇവർക്കൊക്കെ വലിയ ഞെട്ടലുണ്ടാക്കി. ഓരോരുത്തരായിട്ട് ഞെട്ടാൻ തുടങ്ങി. കുഞ്ഞാലിക്കുട്ടി ഞെട്ടി. ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അങ്ങോട്ട് ഞെട്ടി, സാരമായിട്ട് തന്നെ ഞെട്ടി. കോൺഗ്രസ്സുകാരാണെങ്കിൽ ആരോപണം ഉന്നയിച്ചു, ഇത് RSSും പിണറായിയും തമ്മിലുള്ള ധാരണയാണ്, അതുകൊണ്ട് വിട്ടയച്ചതാണ്. ചാനലുകളിലെല്ലാം ചർച്ച നടക്കുന്നു. RSSനെ രക്ഷിച്ചതാണോ, അതോ RSS സ്വയം രക്ഷപ്പെട്ടതാണോ, അതോ ഇനി കോടതി വല്ല തിരിമറിയും കാണിച്ചതാണോ? കാരണം ഇതിൽ വളരെ ശക്തമായ തെളിവുകളുണ്ടായിരുന്നു, ശാസ്ത്രീയ തെളിവുകളുണ്ടായിരുന്നു, കൃത്യമായ സാക്ഷിമൊഴികളുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ടും ഈ കേസ് വെറുതെ വിട്ടതിൽ എന്തോ കുഴപ്പമുണ്ട് എന്നാണ് എല്ലാവരുടെയും ആരോപണം. അപ്പോൾ ഞാൻ ഈ ചർച്ചയും ബഹളമൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആരും ഈ കോടതി വിധി എന്താണെന്ന് പറയുന്നില്ല. വെറുതെ വിട്ടു എന്ന് പറയുന്നു, എന്നിട്ട് കോടതിയെ ചീത്ത പറയുന്നു, അതൊക്കെ പറയുന്നു. എല്ലാ തെളിവും സാക്ഷിയും ഒക്കെ ഉണ്ടായിരുന്നു, ശാസ്ത്രീയ തെളിവുകളും ഉണ്ടായിരുന്നു. ഷടാ, എന്നാൽ ഇതൊന്നും നോക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ജഡ്ജ്മെൻറ്റ് എടുത്തു. 170 പേജുള്ള ജഡ്ജ്മെൻറ്റാണ്. സെഷൻസ് കേസ്. ഇത് കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസാണ്. കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, അജേഷ്, നിധിൻ കുമാർ, അഖിലേഷ്, ഈ 3 പേർ, ഈ മൗലവി എന്നൊക്കെ ഇവർ പറയുന്നു. ജഡ്ജ്മെൻറ്റിൽ മൗലവി എന്നൊരു വാക്കില്ല കേട്ടോ. ജഡ്ജ്മെൻറ്റിൽ എഴുതിയിരിക്കുന്നത് മുഹമ്മദ് റിയാസ് എന്ന മദ്രസ അധ്യാപകൻ, ഉസ്താദ്, ഈ 2 വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അല്ലാതെ മൗലവി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല. ഇനി മൗലവിയെ തന്നെയാണോ ഉസ്താദ് എന്ന് വിളിക്കുന്നത് എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ, ഞാൻ തൊട്ട് അന്വേഷിക്കാനും പോയില്ല. ഏതായാലും മൗലവി എന്നുള്ള വാക്ക് ജഡ്ജ്മെൻറ്റിലില്ല. ഉസ്താദ് എന്നുണ്ട്, മദ്രസ അധ്യാപകൻ എന്നുണ്ട്, ഈ 2 വാക്കുണ്ട്. മുഹമ്മദ് റിയാസ് എന്നാണ് ഇയാളുടെ പേര്. അപ്പോൾ ഇദ്ദേഹത്തെ മാർച്ച് 20, 2017 രാത്രിയിൽ ഈ അജേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കുത്തിക്കൊന്നു. ഈ 3 പേരും ചെറുപ്പക്കാരാണ് കേട്ടോ. അജേഷിൻ്റെ വയസ്സ് 27, നിധിൻ വയസ്സ് 26, അഖിലേഷിൻ്റെ വയസ്സ് 32. അപ്പോൾ എല്ലാവരും ചെറുപ്പക്കാരാണ്. അജേഷ് കൂലിപ്പണിക്കാരനാണ്. നിധിന് കൂലിപ്പണി പോലുമില്ല, ഒരു പണിയുമില്ല, തെക്കോടക്ക് നടപ്പാണ്, 26 വയസ്സുള്ള ചെറുക്കൻ. മറ്റേയാൾ അഖിലേഷ്, അയാൾ HDFC ബാങ്കിലെ ഉദ്യോഗസ്ഥനായിരുന്നു. കേസ് വന്നപ്പോൾ അവർ പിരിച്ചുവിട്ടു. ഈ 3 പേരും ഏകദേശം 7 വർഷമായിട്ട് ജയിലിൽ തന്നെയാണ് കിടക്കുന്നത്. ആദ്യം പിടിച്ചുകൊണ്ടുപോയി 20-ാം തീയതി ഈ സംഭവം നടക്കുന്നു. 23-ാം തീയതി ഈ 3 പേരെയും അറസ്റ്റ് ചെയ്യുന്നു. 23/3/2017. എന്നിട്ട് ജഡ്ജി എഴുതിയിരിക്കുന്നു ജുഡീഷ്യൽ കസ്റ്റഡി ടിൽ ദിസ് ഡേറ്റ് എന്ന് വെച്ചാൽ ഏതാ, മാർച്ച് 30, 2024 വരെ. 2017 മാർച്ച് 23-ാം തീയതി ജയിലിൽ പോയി. 2024 വരെ, അതായത് 7 വർഷം സമ്പൂർണ്ണമായിട്ട്, 7 വർഷവും ഒരാഴ്ചയും ഈ പിള്ളേർ ജയിലിൽ കിടന്നു ഈ കേസിൻ്റെ പേരിൽ. ഒടുവിൽ അവരുടെ പേരിൽ കുറ്റമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ്
അവരെ വെറുതെ വിടുകയും ചെയ്തു. ഇതാണ് കേസ്. അപ്പോൾ ഈ കേസ് കോടതിയിൽ വന്നു വലിയ തർക്കവാദങ്ങൾ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആദ്യം സംഭവിച്ച ഒരു കാര്യം ഞാൻ പറയാം. ഈ കേസിൽ ചാർജ് ഫ്രെയിം ചെയ്യുക എന്ന് പറയുന്ന ഏർപ്പാടുണ്ട്. അതായത് ഇന്ന കുറ്റങ്ങൾ, അതിന് ഓരോ തലക്കെട്ടുണ്ടാവും ഓരോ കുറ്റത്തിനും. ആ തലക്കെട്ട് വെച്ചിട്ട് ഇന്നതാണ് കുറ്റം എന്ന് കോടതി തീരുമാനിക്കുക. കുറ്റക്കാരൻ എന്നല്ല, കുറ്റം ഇന്നതാണ് എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ട് കോടതി കുറ്റങ്ങൾ തയ്യാറാക്കും. അങ്ങനെ 5 പ്രശ്നങ്ങൾ, കുറ്റങ്ങൾ എന്ന് പോലും പറയരുത്, പ്രശ്നങ്ങൾ, 5 പ്രശ്നങ്ങളുടെ ചാർജ് തയ്യാറാക്കി അവിടെ കടന്നു. ഒന്നും നടന്നില്ല, വിചാരണയ്ക്ക് പോയില്ല, ഒന്നിനും പോയില്ല. ഇത് കഴിഞ്ഞിട്ട് 2019 ഈ ചാർജ് ഭേദപ്പെടുത്തുന്നു, വ്യത്യസ്തപ്പെടുത്തുന്നു. ഈ ചാർജ് മാറ്റി എഴുതണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. CMP എന്ന് പറയും, ക്രിമിനൽ മിസ്ലേനിയസ് പെറ്റീഷൻ. അപ്പോൾ CMP 3047/2019 ഇത് ഈ പെറ്റീഷൻ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് കോടതിക്ക് കൊടുക്കുന്നു. വാദിഭാഗം എന്ന് പറയാൻ പാടില്ല, പ്രോസിക്യൂഷൻ ഭാഗമാണ്. കാരണം ക്രിമിനൽ കേസുകളിൽ എപ്പോഴും വാദി സർക്കാരാണ്. സിവിൽ കേസുകളിൽ വാദിയും പ്രതിയും ഉണ്ടാവും. എൻ്റെ ഭൂമി മറ്റേയാൾ തട്ടിയെടുത്തു, ഞാൻ വാദി, മറ്റേയാൾ പ്രതി. അതിൽ പ്ലെയിൻറ്റിഫ്, ഡിഫെൻഡൻറ്റ് ഈ 2 വാക്കാണ് സിവിൽ കേസിൽ ഉപയോഗിക്കുന്നത്. ക്രിമിനൽ കേസിൽ അക്യൂസ്ഡ് ആൻഡ് പ്രോസിക്യൂഷൻ. കാരണം ക്രിമിനൽ കേസുകളെല്ലാം തന്നെ സമൂഹത്തിനെതിരായ കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് സമൂഹത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള സർക്കാരാണ് ആ കേസ് നടത്തുന്നത്. അങ്ങനെയാണ് പോലീസ് കേസ് നടത്തുന്നത്. പോലീസിൻ്റെ വക്കീലിനെ പ്രോസിക്യൂട്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ പ്രോസിക്യൂട്ടറുടെ ഭാഗത്ത് നിന്ന് കൊടുത്ത കംപ്ലയിൻ്റാണ് ഈ ചാർജുകൾ ഭേദപ്പെടുത്താൻ ജഡ്ജി തീരുമാനിച്ചു. ഇതെല്ലാം എഴുതുന്നത് പുതിയ ജഡ്ജിയാണ്. ഇദ്ദേഹത്തിന് മുമ്പിരുന്ന ജഡ്ജി ചാർജ് അമെൻഡ് ചെയ്യാൻ, ഭേദപ്പെടുത്താൻ, വ്യത്യസ്തപ്പെടുത്താൻ, ഭേദഗതി ചെയ്യാൻ സമ്മതിച്ചു എന്ന് ഇദ്ദേഹം പറയുന്നു. ആഫ്റ്റർ ഹിയറിംഗ് ബോത്ത് സൈഡ് ബൈ ഓർഡർ ഡേറ്റഡ് 25/9/2019, അതായത് സെപ്റ്റംബർ 25, 2019, മാർച്ച് 20, 2017 നടന്ന സംഭവത്തിൻ്റെ ചാർജ് മാറ്റിമറിക്കുന്നത് 2019 സെപ്റ്റംബർ 25 അതായത് 2 കൊല്ലത്തിന് ശേഷം. 2 കൊല്ലത്തിന് ശേഷം ചാർജ് മാറ്റിയത് എന്തിനായിരുന്നു? ആ ചാർജിലാണ് ഇതിലെ പ്രതികൾ RSSകാരാണെന്നും മുസ്ലിം വിരോധമുള്ളവരാണെന്നും അതുകൊണ്ട് റിയാസ് മൗലവിയെ കൊന്നതാണെന്നുള്ള ആരോപണം കൊണ്ടുവരുന്നത് ഈ വ്യത്യാസപ്പെടുത്തിയ ചാർജിലാണ്. പഴയ ചാർജ് എന്താണ് എന്ന് മജിസ്ട്രേറ്റ് പറയുന്നില്ല. കാരണം പഴയ ചാർജ് പോയല്ലോ, അത് വ്യത്യാസമാക്കി പുതിയ ചാർജാണ് ഇപ്പോൾ ഉള്ളത്. പഴയതിലെ ചില അംശങ്ങൾ പുതിയതിൽ വന്നെന്നും വരാം, വന്നില്ലെന്നും വരാം, എന്തും ആകട്ടെ പുതിയ ചാർജാണ് ചാർജ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ആരോപണം ഇവർ RSSകാരാണ്, അതിനാൽ മുസ്ലിം വിരോധമുള്ളവരാണ്, അതുകൊണ്ട് മുഹമ്മദ് റിയാസ് എന്ന മദ്രസ അധ്യാപകനെ കൊന്നു എന്നാണ് ഇവരുടെ ആരോപണത്തിൻ്റെ തുടക്കം. അപ്പോൾ അത് മാത്രമല്ല, ഇതും പറയുന്നുണ്ട് ഇവർ ഹിന്ദുക്കളാണ്, അതുകൊണ്ട് RSS ആണ്, അതുകൊണ്ട് മുസ്ലിം വിരോധമുള്ളവരാണ് എന്നൊക്കെ പറയുന്നുമുണ്ട്. അത് ഹിന്ദുക്കൾ പൊതുവെ മുസ്ലിം വിരോധമുള്ളവരും മറ്റുമാണ് എന്നുള്ള മട്ടിൽ. എന്ത് വാങ്ങിക്കോട്ടെ, അങ്ങനെ ചാർജ് വന്നു. അപ്പോൾ കോടതി എന്ത് ചെയ്തു? കോടതി ആദ്യമേ ഇവരോട് പറഞ്ഞു, ശരി, ഈ പ്രതികൾ RSS ആണ് എന്ന് നിങ്ങൾ തെളിയിക്കുക, പരിശോധിക്കാം നമുക്ക്. RSS ആണെന്നുള്ളതാണല്ലോ മൂലകാരണം. ഇതിനൊക്കെ ഒരു പ്രധാന സംഗതി എന്താണെന്ന് വെച്ചാൽ, കൊലപാതകത്തിന് ഒരു മോട്ടീവ് വേണം. ഒന്ന്, ഒരാൾ വീട്ടിൽ കയറി ഗൃഹനാഥനെയും ഗൃഹനാഥയെയും കൊന്നു, എന്നിട്ട് 10,000 പവൻ്റെ ആഭരണം അടിച്ചുകൊണ്ട് പോയി.
അപ്പോൾ അയാളുടെ മോട്ടീവ് എന്താ? മോഷണം. ഉദ്ദേശം. ഒരാളെ കൊല്ലാൻ ഒരു കാരണം വേണമല്ലോ. ഇതിനകത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് സ്വർണം കിട്ടണം, അതിന് വേണ്ടിയിട്ട് കാശ് കിട്ടിയാൽ കാശ്, സ്വർണം കിട്ടിയാൽ സ്വർണം, കവർച്ച. ഇതായിരുന്നു അയാളുടെ ഉദ്ദേശം. ഇങ്ങനെ ഓരോ കൃത്യത്തിന് പിന്നിലും ഒരു ഉദ്ദേശമുണ്ടാകും. ഈ കാര്യത്തിൽ ഇവർക്ക് ഒരു ഉദ്ദേശം ഇല്ല. ഈ മുഹമ്മദ് റിയാസ് എന്ന മദ്രസ അധ്യാപകനെ എന്തിനു കൊല്ലണം? ഇവരുടെ കേസ് അജേഷ് മോസ്കിൻ്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് പോയി മൗലവിയുടെ മുറി അത് മുട്ടി വിളിച്ച് തുറന്നോ അതോ തന്നെത്താനെ തുറന്നോ ആർക്കും വ്യക്തമല്ല. ഏതായാലും ആ മുറിയിൽ കയറിയിട്ട് മൗലവിയെ പല തവണ കുത്തി മുറിവേൽപ്പിച്ച് മരിച്ചു. ഈ നിതിൻ എന്ന് പറയുന്ന ആൾ പുറത്ത്, ഈ പള്ളിയുടെ പുറത്ത് മുറ്റത്ത് കാവൽ നിന്നു. അഖിലേഷ് ബൈക്കും കൊണ്ട് റോഡിലും നിന്നു. അതായത് കൊന്നു കഴിഞ്ഞാൽ ഉടൻ ഈ രണ്ടുപേരും പുറത്തേക്ക് വരും. മുറ്റത്ത് നിന്ന ആളും പുറത്തേക്ക് വരും, അകത്തേക്ക് പോയ ആളും പുറത്തേക്ക് വരും. ബൈക്കിൽ 3 പേര് കയറും, പാഞ്ഞു പോകും. ഇതായിരുന്നു അവരുടെ ഡിസൈൻ എന്നാണ് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ഒരു കാര്യം വന്നു, ഇതിൻ്റെ മോട്ടീവ്, ഇതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ RSS എന്ന ഫാക്ടർ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് തെളിയിക്കേണ്ട ബാധ്യതയും പ്രോസിക്യൂഷനുള്ളതാണില്ല. പ്രോസിക്യൂഷൻ സഹസ്രം പയറ്റാൻ തുടങ്ങി ഇവർ RSS ആണ് എന്ന് തെളിയിക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാസർഗോഡ് കേളുഗുഡ്ഡെ, പിന്നെ ചൂരിയിലാണ് ഈ പള്ളി. ചൂരി പള്ളിയിലാണ് ഈ അതിക്രമം നടന്നത്. കേളുഗുഡ്ഡെ ഒരല്പം ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. ചൂരിപ്പള്ളിയിരിക്കുന്ന ചൂരി അല്പം മുസ്ലിം ഭൂരിപക്ഷം, ഹിന്ദുക്കളും ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ മുസ്ലിം ഭൂരിപക്ഷമാണ്. അപ്പോൾ ഇവർ തമ്മിൽ പലതവണ സംഘർഷമുണ്ടായിരുന്നു എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. അതിന് കുറേ സംഭവങ്ങളും അവർക്ക് എടുത്തു പറയാനുണ്ടായിരുന്നു. ഒന്ന്, ഈ അജേഷിനെ പോളിംഗ് ബൂത്തിൽ വെച്ച് മുസ്ലിം ചെറുപ്പക്കാർ വളഞ്ഞിട്ട് തല്ലിയിട്ട് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിക്കാനില്ല. അയാൾ തല്ലുകൊണ്ടു പോയി വോട്ട് ചെയ്തു, വീട്ടിൽ പോയി. പോലീസ് കേസ് വല്ലതുകൊണ്ടോ? ഒന്നുമില്ല. പോലീസ് അവിടെ ഉണ്ടായിരുന്നു, പോലീസാണ് പിടിച്ചു മാറ്റിയത്. അപ്പോൾ ആ സ്ഥിതിക്ക് ഒരു കേസ് ചാർജ് ചെയ്യേണ്ടേ? അത് പോലീസ് ചാർജ് ചെയ്തിട്ടില്ല. ശരി, അതൊരു മൈനർ സംഭവം എന്ന് വിചാരിക്കാം. അജേഷും ഒന്നും ചെയ്യാതെ അയാൾ വീട്ടിൽ പോയി. പിന്നെ അവിടെ ഒരു കാറ് ആരോ കല്ലെറിഞ്ഞ് ചില്ലുമൊക്കെ പൊട്ടിച്ച് ആകെ കൂടെ നാശമാക്കി. അത് ഈ അജേഷും കൂട്ടരുമാണ് എന്ന് സംശയിക്കുന്നു. സംശയം മാത്രമല്ലേ ഉള്ളൂ, ഉറപ്പൊന്നുമില്ലല്ലോ. സംശയത്തിൻ്റെ പേരിൽ ഒരാളെ കൊലയാളിയൊക്കെ ആക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അയാൾ ശത്രുതയുള്ളവനാണെന്നൊക്കെ പറയാൻ പറ്റുമോ? ഒരു അർത്ഥവുമില്ലാത്ത കുറേ വാദങ്ങൾ. പിന്നെ അവിടെ എന്തോ ഫുട്ബോൾ ടൂർണമെൻറ്റോ എന്തോ കളി നടക്കുന്നുണ്ടായിരുന്നു. ആ കളിസ്ഥലത്തിന് പുറത്ത് വെച്ച് ഒരു വാഗ്വാദമുണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലും കുപ്പിയൊക്കെ എറിഞ്ഞു. അതും ഈ പറഞ്ഞ നിതിനും അജേഷും കൂടെ ആണ് എന്ന് പ്രോസിക്യൂഷൻ സ്ഥാപിക്കാൻ ശ്രമിച്ചു. പക്ഷേ സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഈ 2 പേര് ബൈക്കിൽ ഹെൽമറ്റും വെച്ച് വന്നു, എന്നിട്ടൊരു കുപ്പി എറിഞ്ഞു. ഇതാണ് കേസ്. ഇവരങ്ങോട്ട് കല്ലു എറിഞ്ഞു. അവർ പേടിച്ച് ഓടി ബൈക്കും എടുത്തുകൊണ്ട്. ഇതാണ് സംഭവം. അപ്പോൾ കോടതി ചോദിച്ചു, ഈ ബൈക്കിൽ ഹെൽമറ്റും വെച്ചിരിക്കുന്ന ആളിനെ നിങ്ങളെങ്ങനെ ഈ അജേഷെന്നോ നിതിനെന്നോ തിരിച്ചറിഞ്ഞു? അല്ല, അത് ഏകദേശം അങ്ങനെ തോന്നി. ഏകദേശം തോന്നി എന്നൊക്കെ പറഞ്ഞാൽ പോരല്ലോ, കൃത്യമായിട്ട്. കാരണം കൊലക്കേസിലാണ് പെടുത്താൻ പോകുന്നതേ. അപ്പോൾ അത് കൃത്യമായിട്ട് പറയണ്ടേ? എങ്ങനെ പറയും? ഹെൽമെറ്റ് വെച്ച ആളിനെ തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ്? അപ്പോൾ അതും പൊളിഞ്ഞു. അങ്ങനെ ഒരു പരമ്പരാഗതമായ അല്ലെങ്കിൽ പൂർവ്വവൈരാഗ്യം മുസ്ലിങ്ങളോട് ഇവർക്ക് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ അവിടെ മുതൽ പരാജയപ്പെട്ടു. അതുകൂടാതെ ഇവർ സാക്ഷികളെ കൊണ്ടുവന്നു, ഒരുപാട് സാക്ഷികളെ ഹാജരാക്കി. അതിൽ ഇവരുടെ വാദത്തിൽ എലോങ് വിത്ത് ദ പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചാർജ് ഓൾസോ സബ്മിറ്റഡ് ബൈ ദ ലേണഡ് പ്രോസിക്യൂട്ടർ ഇൻ വിച്ച് ഹി സ്പെസിഫിക്കലി അലീജ് ദാറ്റ് ദ അക്യൂസ്ഡ് ആർ ഫെനറ്റിക് വർക്കേഴ്സ് ആൻഡ് ബിലീവേഴ്സ് ഓഫ് RSS and belonging to Hindu community, and they have personal enmity towards the Muslim community in general. അതായത് ഇവർ RSSകാരാണ്, അതിനാൽ ഹിന്ദുക്കളാണ്, അതുകൊണ്ട് മുസ്ലിങ്ങളോട് വിരോധമുള്ളവരാണ്. ഇതൊക്കെ ഒരു കോടതിയിൽ പറയാൻ കൊള്ളാമോ? പറഞ്ഞാൽ തന്നെ തെളിയിക്കാൻ പറ്റുമോ?
ഹിന്ദുക്കൾക്കൊക്കെ മുസ്ലിങ്ങളോട് തീർത്താൽ തീരാത്ത വൈരാഗ്യമുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യവുമല്ല, അത് തെളിയിക്കാനും സാധ്യമല്ല. പക്ഷേ അടിച്ചങ്ങ് വിട്ടു. അതാണ് ഇവരുടെ കുഴപ്പം. അത് കഴിഞ്ഞ് നമുക്ക് സാക്ഷികൾ പറഞ്ഞതിലേക്ക് വരാം. 49-ാം സാക്ഷിയാണ് അമീർ എന്ന മുസ്ലിം. അമീർ AM എന്നാണ് അയാളുടെ പേര്. അയാൾ ഈ കേളുഗുഡെ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അയാൾ പറഞ്ഞു A2 എന്ന് വെച്ചാൽ നിതിൻ ഈസ് ഹിസ് ക്ലോസ് ഫ്രണ്ട് ആൻഡ് ദേ പ്ലേഡ് ക്രിക്കറ്റ് ടുഗദർ ഇൻക്ലൂഡിങ് വിത്ത് A1. അതായത് അജേഷും നിതിനും, കുത്തിക്കൊന്നയാളും പുറത്ത് കാവൽ നിന്നയാളും, ഈ രണ്ടുപേരും ഈ അമീറുമായിട്ട് ചേർന്ന് ക്രിക്കറ്റ് കളിക്കാറുണ്ട്. എവിടെ? അയ്യപ്പ ഭജന മന്ദിരത്തിൻ്റെ അടുത്ത്. അയ്യപ്പ ഭജന മന്ദിരം അതിനടുത്തുള്ള ചെറിയ ഗ്രൗണ്ടിൽ ഇവർ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അയാൾ പറഞ്ഞു, ദ പോയിൻ്റ് ദാറ്റ് എമർജ് ഫ്രം ഹിസ് ടെസ്റ്റിമണി ഈസ് ദാറ്റ് ബീയിങ് എ മുസ്ലിം നൺ ഓഫ് ദ അക്യൂസ്ഡ് ഹാർബേർഡ് എനി ഹോസ്റ്റിലിറ്റി ടുവേഴ്സ് ഹിം. അമീർ പറയുകയാണ്, ഈ പറഞ്ഞ ആൾക്കാർക്ക് ഞാൻ മുസ്ലിമാണ്, പക്ഷേ എന്നോട് ഒരു ശത്രുതയും അവർ കാണിച്ചിട്ടില്ല, അവരുടെ മനസ്സിലുമില്ല. ഞങ്ങൾ ക്രിക്കറ്റൊക്കെ കളിച്ച് സന്തോഷമായിട്ട് പോകുന്ന കൂട്ടുകാരാണ്. എന്ത് ചെയ്യും? പ്രോസിക്യൂഷൻ ഹാജരാക്കിയ സാക്ഷി കോടതിയിൽ കൊടുത്ത മൊഴിയാണ്. ഇവർ RSSകാരാണ് എന്ന് തെളിയിക്കാനായിട്ട് ഹാജരാക്കിയ സാക്ഷി പറയുന്നു, അവർക്ക് എന്നോടൊരു ശത്രുതയില്ല, ഒന്നുമില്ല എന്ന് പറയുന്നു. അയാൾ മുസ്ലിമാണ് താൻ. ഇത് കഴിഞ്ഞു PW 81 to 84 അവർ സാക്ഷികളാണ്. അതിൽ പ്രോസിക്യൂഷൻ വിറ്റ്നസ്സായ 81-ാം നമ്പർ സാക്ഷി അജിത് കുമാർ പോലീസിനോട് പറഞ്ഞിരുന്നു പോലും നേരത്തെ, അജേഷിനെയും നിതിനെയും അഖിലിനെയും എനിക്ക് പരിചയമുണ്ട്, അവർ RSS പ്രവർത്തകരാണ് എന്ന് പോലീസിനോട് ഇയാൾ പറഞ്ഞിരുന്നു പോലും. ഉടനെ ഇയാളെ പിടിച്ച് സാക്ഷിയാക്കി കൂട്ടിക്കയറ്റി നിർത്തിയപ്പോൾ ഇയാൾ പറഞ്ഞു, പ്രതികൾ 3 പേരും എൻ്റെ കൂടെ RSSൽ പ്രവർത്തിക്കുന്നവരാണെന്നും എൻ്റെ ഉറ്റചങ്ങാതികളാണെന്നും പറഞ്ഞാൽ ശരിയല്ല. കോടതിയിൽ വക്കീലന്മാരുടെ ചോദ്യമുണ്ടല്ലോ, ഈ നിൽക്കുന്ന 3 പേർ പ്രതികൾ, അവർ നിങ്ങളുടെ കൂട്ടുകാരാണെന്നും അവർ RSSകാരാണെന്നും ഞാൻ പറഞ്ഞാൽ അത് ശരിയാണോ എന്ന് ചോദിക്കും. അതാണ് വക്കീലിൻ്റെ വളഞ്ഞു വെച്ചുള്ള ചോദ്യം. ശരിയല്ല എന്ന് പറഞ്ഞു. ശരിയല്ല. അജേഷ് RSSകാരനല്ല, അവരുടെ വീട്ടുകാർ CPMകാരാണ്. അജേഷിൻ്റെ വീട്ടുകാർ CPMകാരാണ്. അജേഷ് ആരാണെന്ന് പ്രത്യേകം എടുത്ത് പറയുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ 3 പേരും എൻ്റെ കൂടെ RSSൽ പ്രവർത്തിക്കുന്നവരാണെന്നും എൻ്റെ ഉറ്റചങ്ങാതികളാണെന്നും പറഞ്ഞാൽ ശരിയല്ല. അജേഷ് RSSകാരനല്ല, അവരുടെ വീട്ടുകാർ CPMകാരാണ്. അപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ CPM കൊടുത്ത ഒരു കള്ളപ്രതിയായിരുന്നു അജേഷ്? അറിയില്ല. കോടതിക്കത് നോക്കേണ്ട കാര്യമില്ല. ആകെ കോടതി നോക്കുന്നത് ഇവർ RSS ആണ് എന്ന് നിങ്ങൾ പറഞ്ഞിരിക്കുന്നു. RSS ആയതുകൊണ്ട്, ഹിന്ദുക്കളായതുകൊണ്ട് മുസ്ലിം വിരോധമുണ്ടെന്ന് പറയുന്നു. ഇതിൻ്റെ ആദ്യ ഭാഗം RSS ആണല്ലോ. അപ്പോൾ ആ RSS ആണെന്ന് നിങ്ങൾ തെളിയിക്കുക. ഇതാണ് മജിസ്ട്രേറ്റ് ചോദിക്കുന്നത്. ജഡ്ജിയുടെ നോട്ടം അത് മാത്രമേ ഉള്ളൂ. അല്ല അത് ബാക്കി ഇതിൻ്റെ വർഗീയത, മതേതരത്വം ഇതൊന്നും ജഡ്ജിയുടെ വിഷയമല്ല. അപ്പോൾ അങ്ങനെ ഇത് പൊളിഞ്ഞു. RSSകാരാണ് എന്ന് തെളിയിക്കാൻ സാധ്യമായില്ല. പിന്നെ ഇവർ പറഞ്ഞത് ഈ റിയാസ് മൗലവി എന്ന് പറയുന്ന മുഹമ്മദ് റിയാസുമായിട്ട് ഉരുട്ടിപ്പിടിച്ച് ഈ അജേഷിന് ഒരുപാട് പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേ പരിക്കുകളൊക്കെ ഡോക്ടർ പരിശോധിച്ച് നോക്കിയപ്പോൾ ഒരാഴ്ചയെങ്കിലും പഴക്കമുള്ള പരിക്കുകളാണ്. മദ്രസ അധ്യാപകൻ്റെ കൊലപാതകം നടക്കുന്നതിൻ്റെയും കുറഞ്ഞത് 7-8 ദിവസം മുമ്പുള്ള പരിക്കുകളാണ് അജേഷിൻ്റെ ശരീരത്തുള്ളത്. അതുള്ളത് ഈ ബൈക്ക് മറിഞ്ഞു വീണ് മുസ്ലിം വിഭാഗത്തിൻ്റെ കല്ലേറിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പാഞ്ഞു പോകുന്നതിനിടയ്ക്ക് ബൈക്കുമായിട്ട് ഉരുൾപിടിച്ച് താഴെ വീണ് അങ്ങനെ പറ്റിയ പരിക്കുകളാണ്. ഇതെല്ലാം ഉണങ്ങി വരുന്നു. ഹീലിംഗ് വൂണ്ട്, ഹീലിംഗ് അബ്രേഷൻ, ഹീലിംഗ് വൂണ്ട്, ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നു ദേഹപരിശോധനയിൽ. അപ്പോൾ അങ്ങനെ ആ കഥയും പരാജയപ്പെട്ടു. കാരണം ഈ ഉരുട്ടിപ്പിടുത്തമോ സംഗതിയോ ഒന്നും ഉണ്ടായിട്ടില്ല.
പിന്നെ ഈ സംഭവ സമയത്ത് അവിടെ പള്ളിയിൽ ഖത്തീബ് ഉണ്ടായിരുന്നു. ഖത്തീബിൻ്റെ ജോലി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അടുത്ത മുറിയിലോ മറ്റോ ആണ് താമസം. അയാൾ മുറി തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അയാൾ പറയുന്നത്, എൻ്റെ നേർക്ക് ഒരു കോൺക്രീറ്റ് കട്ട പാഞ്ഞു വന്നു. ഞാൻ മാറിക്കളഞ്ഞു. ആ കട്ട ഭിത്തിയിലിടിച്ചിട്ട് താഴെ വീണു, കുറച്ച് പൊടിഞ്ഞും പോയി. അപ്പോൾ ഇതെന്താണ് സംഭവം എന്നറിയാതെ പരിഭ്രമിച്ച് ഞാൻ അടുത്ത ഹോളിലേക്ക്, അതാണ് പള്ളിയുടെ നിസ്കാരമൊക്കെ നടക്കുന്ന ഹോള്, അവിടെ ചെന്നിട്ട് അവിടുത്തെ മൈക്ക് ഓൺ ചെയ്ത് മൈക്കിലൂടെ പള്ളി ആക്രമിക്കപ്പെടുന്നേ ഓടിവായോ എന്നൊക്കെ പറഞ്ഞു വാൻ ബഹളം വെച്ച്, ഒരു പക്ഷേ അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കാണും. ഇവിടെ പാതിരാത്രിക്ക് ആരുടെ ഈ പള്ളിയിൽ ബഹളം എന്നൊക്കെ കൊടുത്തിട്ട് ആ ചുറ്റുപാടുമുള്ള ആൾക്കാർ സകലരും, ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും കൂടെ ഓടിച്ചെന്നു. ബൈക്കും കാറും കൈ കിട്ടിയ വണ്ടിയെല്ലാം എടുത്തിട്ട് ഓടിച്ചെന്നു. പക്ഷേ ഈ മനുഷ്യൻ ഈ സാധനം ഒരാളിനോട് പറയുന്നില്ല. ഈ കല്ലെറിഞ്ഞെന്നോ മുറ്റത്താൾ നിൽപ്പുണ്ടായിരുന്നോ ഒന്നും പറയുന്നില്ല. ഒടുവിൽ പോലീസിൻ്റെ അടുത്താണ് പറയുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ കൂടെയുള്ള ആരോടും ഇത് പറയാതിരുന്നത്? സാധാരണ ആൾക്കാർ ഓടിക്കൂടുമ്പോൾ പറയുമല്ലോ, അതേ എൻ്റെ നേർക്ക് കല്ലെറിഞ്ഞോ, അത് ഇവിടെ കിടക്കുന്നു എന്നൊക്കെ പറയണമല്ലോ. ഒന്നുമില്ല. ഇതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു? ഈ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മദ്രസ അധ്യാപകനെ ആരും ശ്രദ്ധിച്ചില്ല കുറച്ച് നേരത്തേക്ക്. ഇത് കഴിഞ്ഞാണ് ഇയാളെ കാണുന്നത്. പിന്നെ പോലീസ് ആംബുലൻസ് ഒക്കെ വന്നിട്ട് ഇയാളെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ആൾ മരിച്ചിരിക്കുന്നു. മരണകാരണം ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്തിരിക്കുന്നത് ചോര വാർന്ന് മരിച്ചതാണ് എന്നാണ്. ചോര വാർന്നാണ് ഈ മനുഷ്യൻ മരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ ഇദ്ദേഹം രക്ഷപ്പെടുമായിരുന്നില്ലേ? രക്ഷപ്പെടുമായിരുന്നു. എല്ലാവരും ഈ ഒരു ബഹളം കേട്ട് അവിടെ പോയിട്ട് എല്ലാവരും കൂടെ ഒച്ച വെച്ച് നിൽക്കുന്നതല്ലാതെ ഉള്ളിൽ എന്താ സംഭവിച്ചതെന്ന് ആരും അന്വേഷിച്ചുമില്ല, നോക്കിയുമില്ല. ഈ മനുഷ്യൻ ചോര വാർന്ന് മരിച്ചുപോയി. ഡോക്ടർമാരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർ പറയുന്നത് മരണകാരണമായേക്കാവുന്ന 3 മുറിവുകൾ, മൊത്തം 19 മുറിവ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊട്ടിയതും ചീറ്റിയതുമൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ 3 മുറിവുകളാണ് സാരമായ മുറിവുകൾ, മരണകാരണം ആയേക്കാവുന്ന മുറിവുകൾ. അത് 2 ഇങ്ങനെ നെഞ്ചിൻ്റെ ഈ 2 സൈഡിൽ കൂടെ ഇങ്ങനെ കുത്തിയിട്ടുണ്ട്, ഒരെണ്ണം വയറ്റത്ത് കുത്തിയിട്ടുണ്ട്. അതിൽ കിഡ്നിക്ക് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. ഒരു വശത്തെ ലങ്സിന് കേട് സംഭവിച്ചിട്ടുണ്ട്, മറുവശത്തും സാരമായ പരിക്കുണ്ട്. അങ്ങനെയായി അതിലൂടെയെല്ലാം ചോര പോയിയാണ് ഈ മുഹമ്മദ് റിയാസ് മരിക്കുന്നത്. ഇതാണ് സംഭവം. അപ്പോൾ ആരും ഈ മൗലവിയെ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ മദ്രസ അധ്യാപകനെ ശ്രദ്ധിച്ചില്ല അയാളുടെ മുറിയിൽ. എല്ലാവരും ബഹളം കൂട്ടിക്കൊണ്ട് നിന്നു. ആരോ യാദൃശ്ചികമായിട്ട് കണ്ടു, എന്നിട്ട് പിന്നീടുള്ള കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഈ കേസിൽ സംഭവിച്ചത് എന്താ? ദൃക്സാക്ഷികൾ ഇല്ല. അജേഷ് മുഹമ്മദ് റിയാസിനെ കുത്തുന്ന ദൃക്സാക്ഷികൾ ഇല്ല. ആരും കണ്ടിട്ടില്ല. ഓടിപ്പോകുന്നത് ആരും കണ്ടിട്ടില്ല. ഈ ഖത്തീബ് നിധിനെ കണ്ടു എന്ന് പറയുന്നു. നിധിൻ ഒരു മുണ്ടും നീല നിറത്തിലുള്ള ഒരു ടീഷർട്ടും, ഫുൾ സ്ലീവ് ടീഷർട്ടുമാണ് ഇട്ടിരുന്നത് എന്ന് ഇദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. ശരി, നിങ്ങളുടെ കൂടെയുള്ള ആരോടും നിങ്ങൾ പറയാഞ്ഞെന്താ ഇങ്ങനെ കല്ലെറിഞ്ഞു, നീല ടീഷർട്ടുള്ള ആളായിരുന്നു? അത് സാർ ഞാൻ വല്ലാതെ ഷോക്കിലായിരുന്നു, തളർന്നു പോയിരുന്നു, അതുകൊണ്ട്. ശരി, ആയിക്കോട്ടെ. ഈ നീല ഈ ടീഷർട്ട് എന്ന് പറയുന്നത് കോടതിയിൽ ഹാജരാക്കിയ ഷർട്ട് നീലയാണ്, ടീഷർട്ടാണ്, നീല നിറമുണ്ട്. പക്ഷേ അതിലിങ്ങനെ ചുമപ്പും വെള്ളയും വരകളുണ്ട്, നല്ല തടിച്ച വരകൾ. ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ ഇങ്ങനെ എന്തോ അമേരിക്കൻ പ്രസിഡൻ്റെന്നോ എന്തോ ഏടാകൂടെ എഴുതി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ സാധനം നിങ്ങൾ കാണാതെ പോയതെങ്ങനെ? ഇരുട്ടത്ത് ഈ ടീഷർട്ട് നീലയാണ് എന്ന് തിരിച്ചറിഞ്ഞു. പക്ഷേ നീലയിൽ വ്യക്തമായിട്ട് കാണാവുന്ന വെള്ളയും ചുവപ്പും ഉണ്ട്, അത് നിങ്ങൾ പറഞ്ഞുമില്ല. എന്താ അത് പറയാഞ്ഞത്? അല്ല, അത് ഞാൻ കണ്ടത് നീലയായിരുന്നു, ഇരുട്ടായിരുന്നല്ലോ. ഇരുട്ടിൽ നിങ്ങൾക്ക് നീല കാണാമെങ്കിൽ വെള്ള കാണാനല്ലേ കുറച്ചുകൂടെ എളുപ്പം? അപ്പം ഇതൊക്കെ സംശയം ജനിപ്പിക്കുന്ന മൊഴികളാണ്. സംശയം ജനിച്ചു കഴിഞ്ഞാൽ ആ മൊഴിക്ക് പിന്നെ സാധുതയില്ല.
കാരണം നിങ്ങൾ ഈ പറയുമ്പോൾ ഓരോന്ന് കൂട്ടി പറയുക, കുറച്ച് പറയുക, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊഴി ദുർബലമാണ്, വിശ്വാസയോഗ്യമല്ല എന്നാവും. ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തതാണ്. കാരണം ഈ കോൺക്രീറ്റ് കട്ടയൊക്കെ എറിഞ്ഞ് തകർന്നു എന്നൊക്കെ പറയുന്നില്ലേ, അതിലൊന്നും ഒരു വിരലടയാളമോ അങ്ങനെ സംഗതി ഒന്നുമില്ല. ഈ തെളിവുകളെ പറ്റി നമുക്ക് ഈ അടുത്ത പൊളിച്ചെഴുത്തിൽ ഞാൻ വിശദമായിട്ട് സംസാരിക്കാം. ഈ പൊളിച്ചെഴുത്ത് ഇവിടെ അവസാനിക്കുന്നു. ഇതിൻ്റെ രണ്ടാം ഭാഗവുമായിട്ട് വീണ്ടും കാണാം. നമസ്കാരം.